കൊച്ചി പുതുവൈപ്പിനിലെ 600 കോടിയിലേറെ രൂപ ചെലവഴിച്ച് സിംഗിൾ പോയിന്റ് മൂവിംഗ് സ്ഥാപിച്ച ഓസ്ട്രേലിയൻ കമ്പനിക്കെതിരെയുള്ള കോഴ ആരോപണം വിവാദമാവുന്നു. പുതുവൈപ്പിനിലെ പദ്ധതി ഉൾപ്പെടെയുള്ളവയ്ക്കായി കോടിക്കണക്കിന് രൂപ കമ്പനി കോഴ നൽകിയെന്നാണ് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അന്താരാഷ്ട്ര നിർമ്മാണ ഭീമനായ ലൈറ്റൺ കമ്പനിക്കെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഇറാഖ്, ഇന്തോനേഷ്യ, മലേഷ്യ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ പദ്ധതികൾ നേടാനായി കോടിക്കണക്കിന് രൂപ കോഴ നൽകിയതായാണ് ആരോപണം. ഓസ്ട്രേലിയയിലെ പ്രമുഖ മാധ്യമ ശൃംഖലയായ ഫെയർഫാക്സ് ആണ് കമ്പനിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കമ്പനിയുടെ കത്തിടപാടുകളും ചില രേഖകളും പുറത്തുവിട്ടുകൊണ്ടാണ് ഫെയർഫാക്സ് കമ്പനിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കൊച്ചി റിഫൈനറിയിലേക്ക് കപ്പലിൽ നിന്ന് നേരിട്ട് ക്രൂഡ് ഓയിൽ എത്തിക്കുന്നതായുള്ള SPM പദ്ധതി ലൈറ്റൺ കമ്പനിയാണ് നിർമ്മിച്ചത്. കൂറ്റൻ കപ്പലുകളിൽ നിന്ന് നേരിട്ട് കടലിനടിയിലൂടെ സ്ഥാപിച്ച കുഴലുകൾ വഴി ക്രൂഡ് ഓയിൽ റിഫൈനറിയിൽ എത്തിക്കുന്ന സംവിധാനമാണ് സിംഗിൾ പോയിന്റ് മൂവിംഗ്. ലൈറ്റൺ കമ്പനി നടപ്പാക്കിയ പല പദ്ധതികൾക്കും അനുവദിച്ച തുകയുടെ പകുതി പോലും നിർമ്മാണ ചെലവ് വന്നിരുന്നില്ലെന്നും പ്രധാന ആരോപണമുണ്ട്. കരാർ ലഭിക്കാനായി വിവിധ ഇടനിലക്കാർക്ക് കോടികൾ നൽകിയത് വ്യാപാര ഇടപാടുകളുടെ ലംഘനമാണെന്ന ആരോപണമാണ് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നത്. അതേസമയം പദ്ധതികൾക്കായി കോഴ വാങ്ങിയ വിവിധ രാജ്യങ്ങളിൽ ഇടനിലക്കാർക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ SPM പദ്ധതിയും സംശയത്തിന്റെ നിഴലിലാവുകയാണ്. സൂര്യ ന്യൂസ് ബ്യൂറോ, കൊച്ചി.